ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ കിളിമീനാണ് എടുത്തിരിക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അത് 1 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരു 5 മുതൽ 10 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. തീരെ സമയമില്ലെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് വെച്ചാൽ മതി. അല്ലെങ്കിൽ സമയം ഉണ്ടെങ്കിൽ 10 മിനിറ്റ് വെക്കാം. അതിൽ കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഒരു 10 മിനിറ്റാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർക്കാം. അപ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതാണ്, അത് ചേർക്കാം. പിന്നെ വെളുത്തുള്ളി നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാൻ സാധാരണ ചേർക്കാറില്ല. പിന്നെ ഒരു 10 ചെറിയ ഉള്ളി ചതച്ചെടുത്തതാണ്, അതും കൂടി ചേർക്കാം. ഉള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് ചതച്ച് തന്നെ ചേർക്കണം. പിന്നെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് നടുകീറിയിട്ട് അതും കൂടി ചേർക്കാം. കുറച്ച് കരിവേപ്പില ചേർക്കാം. ഇതിന് കൂടി തന്നെ ഒരു വലിയ തക്കാളി ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടി ചേർക്കാം. ഇനി ഒരു വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിലിട്ട് കുതിർത്തതാണ്, ആ വെള്ളവും കൂടി ചേർക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഒന്നെങ്കിൽ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യാവുന്നതാണ്. നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ തിളപ്പിക്കാൻ വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ചാറ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം നമുക്ക് ചേർക്കാവുന്നതാണ്. പക്ഷേ വെള്ളം കുറേയൊന്നും ചേർക്കണ്ട കേട്ടോ, ആവശ്യത്തിന് ചേർത്താൽ മതി. ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പോ പുളിയോ എരിവോ പോരാൻ തോന്നിയാൽ ഈ സമയത്ത് തന്നെ ചേർക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ ചേർത്താൽ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇത് തിളയ്ക്കുന്ന സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപ്പോ പുളിയൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി ഇതൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ നമ്മുടെ കറി റെഡിയാവും. പെട്ടെന്ന് വേവുന്ന മീനാണിത്. ഇപ്പോൾ ഏകദേശം ചാറ് അത്യാവശ്യം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ചാറ് കുറുകും. അപ്പോൾ ഒരുപാടങ്ങ് കുറുക്കിയെടുക്കണ്ട, കാരണം തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകും. അപ്പോൾ അത് നോക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് വീണ്ടും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിരുന്നു, കാരണം എരിവ് കുറച്ച് കുറവായിരുന്നു. അത് കാരണം 1/2 ടീസ്പൂൺ മുളക് പൊടി വീണ്ടും ചേർത്തതായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ നേരത്തെ മുളക് പൊടി ചേർത്ത കാരണം 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. കുറച്ച് കരിവേപ്പിലയും കൂടി ചേർക്കാം. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത്രയുള്ള നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കാം. ഇതിനെ ഒരു 10 മുതൽ 20 മിനിറ്റ് വെച്ചതിന് ശേഷം അടച്ചു വെച്ചതിന് ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴേക്കും കറിയും നന്നായിട്ട് തന്നെ കുറുകി കിട്ടും. ഇതിപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷമാണ് കാണിക്കുന്നത്. കറിയുടെ ചാറ് കണ്ടില്ലേ, ഇത്രയും കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചാറ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത്രയുള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണിത്. ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്